പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിനോട് ജാനകി പറയുന്നുണ്ടായിരുന്നു, അവളെ വൈകാതെ തന്നെ ഏട്ടത്തി തന്നെ ഇവിടുന്ന് പുറത്താക്കിക്കോളും, രേവതി വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് നയന അങ്ങനെ അയ്യപ്പന്മാർക്ക് കൊടുക്കാനുള്ള വസ്ത്രമൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകിയാണെങ്കിലും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ നീ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇതൊക്കെ ഒന്ന് എടുത്ത് വിളമ്പ് ജാനകിന്ന് അജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും അതൊന്നും വിളമ്പി കൊടുക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ വിളമ്പുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു വാശിയോട് കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ നയന് വന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനാണെങ്കിലും അത് കഴിച്ചിട്ട് നല്ല അസലായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, ശരിയാണ് അമ്മ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മുന്നിലാണ് ഇത് എന്നിങ്ങനെ പറയും. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി കേൾക്കേണ്ട അത് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി കേട്ടാലും കുഴപ്പമൊന്നുമില്ല, അമ്മ തന്നെയാണ് ഇങ്ങനെ നയനമോൾക്ക് എപ്പോഴും ഇങ്ങനെ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കാറുള്ളതെന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ല. അനാമിക പറയുന്നുണ്ട്, എല്ലാവരും പുകഴ്ത്തിയാണ് പിന്നെ ഞങ്ങളുടെ വയറ് കേടാക്കിയെന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നിട്ട് ഞങ്ങളൊക്കെ ആ പായസം കുടിച്ചല്ലോ, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, നല്ല അസല് പായസമാണ് മോൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇന്നിപ്പോൾ ഇങ്ങനെ മോളിവിടെ അടുക്കളപ്പണി ചെയ്ത് നിൽക്കേണ്ടതല്ലായിരുന്നു, ഒരു യാത്ര പോകാനിരിക്കേണ്ടതായിരുന്നു, അതിൻ്റെ ദേഷ്യവും വാശിയൊന്നും മോള് ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. സാധാരണ പെൺകുട്ടികൾ അങ്ങനത്തെ യാത്രയൊക്കെ മുടങ്ങുമ്പോൾ ഇങ്ങനെ അമർഷമൊക്കെ കാണിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, ആര് പറഞ്ഞു അമർഷം കാണിച്ചില്ല എന്ന്, അപ്പോൾ ഞങ്ങളുടെ നേരെയാണ് അവൾ അമർഷം കാണിച്ചത് എന്നൊക്കെ പറയണ്ട. അപ്പോൾ ജയനതിന് ഇതാക്കുന്നുണ്ടായിരുന്നു, മോളിങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇങ്ങനെ നയനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും മാത്രമല്ല ദൈവം ഇരിക്കുന്നത്, കഴിക്കുന്ന ഭക്ഷണത്തിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഇങ്ങനെ അത് കഴിച്ചിട്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൂ, ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നയന അങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും ജാനകി പറയുന്നുണ്ടായിരുന്നു, നീ വീട്ടിലുള്ള ആളുകളുടെ മുന്നിലൊക്കെ പരിശുദ്ധിയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മുന്നിൽ അങ്ങനെയാവാൻ നീ നോക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷമാണ് കേട്ടോ നയന അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അജയനാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. അജയൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നൈനമോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം എടുത്തു തരാൻ പോലും നിനക്ക് പറ്റുന്നില്ല, എന്നിട്ടാണ് മോളെ വിമർശിക്കുന്നതെന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അവൾ പോയല്ലോ ഇനി ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ അജയൻ ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ടായിരുന്നു, വേണ്ട ഞങ്ങൾക്കറിയാം എടുത്ത് കഴിക്കാനെന്ന്. പിന്നീട് ദേവയാനിയാണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, നിനക്കിങ്ങനെ 41 ദിവസം ആദർശിൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് ആദർശേട്ടനോട് ചോദിക്കാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവനോട് ചോദിച്ചിട്ട് തന്നെ പോയാൽ മതി, അപ്പോൾ അത്രയും ദിവസം നീ ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിൻ്റെ മുഖം കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ നയനയോട് ദേവയാനി. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ മോനും ഇടയ്ക്ക് ഇതുപോലെ തന്നെയൊക്കെ ആയിരുന്നു, പക്ഷേ അമ്മയുടെ മോൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ മുഖം കണി കാണണം എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, ആദ്യം അവൻ എൻ്റെ മുഖം കണി കാണുന്നതായിരുന്നു ഇഷ്ടം, ഇപ്പം നീ ആ രീതിയിൽ അവനെ മാറ്റിയെടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ 41 ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ നിൻ്റെ മുഖം കാണണ്ടല്ലോ, എനിക്ക് അത്രയും ആശ്വാസമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് രണ്ടുപേരും ഈ സമയത്ത് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനേനെ അവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടാനുള്ള ഒരു ഇതാണ് കേട്ടോ ദേവയാനിക്കാണെങ്കിലും ഉള്ളത്. അപ്പോൾ അതിനുശേഷം ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനന്തപുരിക്ക് ഒരു ശാപം ഉണ്ടായി എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നീയും നിൻ്റെ ചേച്ചി ഇവിടേക്ക് കടന്നു വന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറയുന്നത്. പിന്നെ അനാമിക മോള് വന്ന ശേഷമാണ് ഈ വീടിനൊരു നന്മ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികേനെ അങ്ങ് പൊക്കി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, മണ്ഡലകാലം ആയതുകൊണ്ട് അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട, അതേ നാണയത്തിൽ തിരിച്ച് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണ്ട. അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ അങ്ങനെ തിരിച്ച് പറയടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയന അവിടെ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറയാണ്, നീ എൻ്റെ മകനെ നിൻ്റെ വരുതിയിലാക്കാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിങ്ങനെ ഒരു പണി ചെയ്തത്, അതുകൊണ്ട് തന്നെ അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, ഓരോ കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ തമ്മിൽ അടുക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് നയന വിഷമത്തോടുകൂടി റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നയന അങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നവ്യ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറി കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വീട്ടിലേക്ക് പോകാനാണ് അമ്മ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ അമ്മായിയമ്മ ആൾ കൊള്ളാലോ
എന്നൊക്കെ ഇങ്ങനെ നവ്യ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ അമ്മ അത് പറഞ്ഞാലും ആദർശേട്ടൻ എന്നെ ഇങ്ങനെ പോകാനൊന്നും സമ്മതിക്കില്ല. ഞാൻ ആദർശേട്ടനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ 41 ദിവസം പോയിട്ട് 4 ദിവസം നിന്നെ പിരിഞ്ഞിരിക്കാൻ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെയാണ് ആദർശേട്ടൻ പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ ദേവയാനി ഇവരുടെ സംസാരം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവരുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഷോക്കായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ നയന ആ കാര്യങ്ങൾ പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ആദർശേട്ടൻ ഇന്നൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്, അതും ഇങ്ങനെയായി എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്നിട്ട് ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ 41 ദിവസമൊക്കെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്നു പോകുന്നതാണ് അമ്മയുടെ വിചാരം. എന്തായാലും ഇനി അത് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ആദർശേട്ടൻ. ഇങ്ങനെ അപ്പോൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ദേവയാനി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ടായിരുന്നു നയനയാണെങ്കിലും, എൻ്റെ അമ്മായിയമ്മയുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. അയ്യപ്പസ്വാമിയുടെ കാര്യമല്ലേ, അമ്മ അങ്ങനെ ഒരു വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം മകൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചതെങ്കിൽ അതിനുള്ള തിരിച്ചടി അമ്മയ്ക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ മകൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്തും വരരുത് എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയുള്ളൂ എന്നൊക്കെ നയന പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുമ്പോൾ നവ്യാണെങ്കിലും വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് ജയനാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ അനാമികയുടെ അമ്മയുടെയൊക്കെ വയറൊക്കെ കേടാക്കിയല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അവരിങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകാനിരുന്നത് മുടക്കിയതുകൊണ്ടായിരിക്കും ആ പാവങ്ങളുടെ വയറ് അവൾ കേടാക്കിയെന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ആ പായസം നമ്മളും കുടിച്ചതല്ലേ, നമുക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, മോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, മോൾ നല്ല ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടിയൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ എങ്ങനെ അവളുടെ വയറ് കേടായി, അവൾ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജയൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അനാമിക മോൾക്കാണല്ലോ നമ്മുടെ മരുമോൾക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും കൊടുക്കുന്നത്, അതിൻ്റെ ദേഷ്യത്തിനാണ് അവൾ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ നീ ഇങ്ങനെ എന്നൊരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ, എന്നിട്ട് വേണം ഞാൻ കിടന്ന് ഓടാൻ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് അമ്പലത്തിൽ വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു അസ്വസ്ഥത തോന്നിയത് ഇങ്ങനെ ജയേട്ടൻ ഇങ്ങനെ ശയന പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടാണ്, ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെ നീ ഇങ്ങനെ നമ്മുടെ മരുമോളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി നമ്മളെ മരുമോളെ നീ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങളുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അവളോടുള്ള വെറുപ്പ് മാത്രമാണ് എൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നീ വാശി പിടിക്കേണ്ട, ദൈവങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല എന്നൊക്കെ ജയൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണെങ്കിലും ഞാൻ നമ്മുടെ മരുമോൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടെ അനാമിക മോൾക്കാണ് കൊടുക്കുന്നത്, നമ്മുടെ മരുമോൾ എൻ്റെ മരുമോൾ എന്തായാലും അനാമിക മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ ആ മോളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, അതുപോലെ തന്നെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവം അത്ര ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതൊന്നുമല്ല എന്നൊക്കെയാണ് ആദർശ് പറയുന്നതെന്ന് പറയുമ്പോൾ അതിങ്ങനെ അവൻ പറഞ്ഞത് ഇങ്ങനെ അവൻ്റെ അച്ഛൻ്റെ അമ്മായിമ്മയുടെയും കാര്യമാണ്, ഇങ്ങനെ അവരാണ് ഇങ്ങനെ തരം താഴ്ന്ന രീതിയിലൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് അഭിയാണെങ്കിലും ഇങ്ങനെ വ്രതം എടുത്തൊക്കെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ അമ്മായി ആണെങ്കിൽ ഇങ്ങനെ മകനും മരുമകളും ട്രിപ്പ് പോകുന്നത് മുടക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരിൽ 41 ദിവസം വ്രതം അടിച്ചേൽപ്പിച്ചത്, അത് നിനക്കൊരു പാരയായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ 41 ദിവസമൊന്നും വ്രതം എടുക്കാറില്ലല്ലോ, ഞാൻ പോകുന്ന അന്ന് മാലയിട്ടങ്ങ് പോവാറല്ലേ ചെയ്യുന്നത്, എനിക്ക് 41 ദിവസം വ്രതം എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ദേഷ്യത്തിൽ. അപ്പോൾ ഇടയ്ക്കെങ്കിലും ദൈവങ്ങളെ നന്നായിട്ടൊന്ന് വിളിക്കുക, അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത്, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നീ ഇങ്ങനെ നന്നായിട്ട് വ്രതം പിടിച്ചോ, അവൾ എങ്ങനെയെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നീയും അതിനൊരു കാരണക്കാരനല്ലേ, നിൻ്റെ
ഏട്ടൻ്റെ തോളിൽ ഇരിക്കേണ്ടവളല്ലേ നീ എടുത്ത് തോളത്ത് വെച്ചത്, അങ്ങനെയായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ വിവാഹവും നടന്നത്, കേട്ടവരല്ലേ മൂക്കത്ത് വിരൽ വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ 41 ദിവസമല്ല 410 ദിവസം വേണമെങ്കിൽ ഞാൻ വ്രതം എടുത്തോളാം, കഠിന വ്രതം തന്നെ എടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ അബി തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ്. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ജലജയുടെ മനസ്സിൽ. ഇനിയിപ്പോൾ അവൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ വ്രതം എടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെന്നും കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയും രേവതിയും കൂടെയുള്ള സംസാരമാണ്. അവരുടെ വയറെന്തായാലും കേടാക്കിയതിനുള്ള തിരിച്ച് പണി കൊടുക്കണമല്ലോ, അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവൾ നമ്മളെ ഇട്ട് വട്ടം കറക്കിപ്പിച്ചതിന് അവളുടെ വയറും ക്ലീൻ ആക്കണം, അവളുടെ കുഞ്ഞടക്കം പോകണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ജലജ ഇവരുടെ സംസാരമെല്ലാം അവിടെ നിന്നിട്ട് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും ഒക്കെ കളയണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ജലജയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പണി എളുപ്പമാവുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ ജലജ മനസ്സിൽ ചിന്തിക്കുന്നത്. എന്തായാലും നിൻ്റെ ഇവിടുത്തെ ജീവിതം പരിങ്ങലിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ നോക്കാനായിരിക്കും ഇവിടെ നിൽക്കുന്നതെന്ന് അവരങ്ങ് വിചാരിച്ചോളും. എന്തായാലും രേവതി അവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് അനാമികയോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും അവളുടെ വയറ്റിൽ ഉള്ള കുഞ്ഞിങ്ങനെ, അവൾക്ക് എന്തിനാ ഒരു കുഞ്ഞ്, എങ്ങനെ അവളുടെ ഭർത്താവിന് പോലും അത് അവൻ്റെ കുഞ്ഞാണെന്നുള്ള ഉറപ്പില്ലല്ലോ, പിന്നെന്തിനാ അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് എന്നൊക്കെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെയും കളയണം എന്നാണ് പറയുന്നത്. ഇനി അവളിങ്ങനെ മേലാൽക്ക് ആരെയും ഇതുപോലെ ഒരു പണി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ജലജ അത് അവിടെ മുഴുവൻ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ നിൽക്കുന്നത് അനാമിക കാണും കേട്ടോ, ജലജ അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ജലജ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നമ്മുടെ വയറെല്ലാം അവൾ കേടാക്കി, ഇനിയിപ്പോൾ ഇങ്ങനെ മകളെ കാണാൻ വരുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും അവളിങ്ങനെ വിഷം കലക്കി തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തായാലും അവരുടെ കൂടെ അങ്ങ് കൂടുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയും നവ്യയും കൂടെ ഇങ്ങനെ വന്ന് കയറി കാര്യങ്ങളൊക്കെ പറയാണ്. അർഹതയില്ലാതാണ് രണ്ടും കൂടി ഇവിടേക്ക് കയറി വന്നത്, പക്ഷെ മോൾക്ക് ഇവിടേക്ക് മോൾ നല്ല അർഹതയോട് കൂടി തന്നെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടും ഇങ്ങനെ അവളുടെ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അനിയത്തിയാണെങ്കിലും അങ്ങനെ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും നവ്യേനെ അവിടെ നിന്ന് പുറത്താക്കാൻ അവരെയും കൂട്ടിപ്പിടിച്ച് ജലജ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും മോളിവിടെ ഇങ്ങനെ ദാസിക്കാരിയായി തരം താഴ്ന്നതിന് പകരം ഇങ്ങനെ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക, കിട്ടിയ അവസരം മുതലാക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. എന്തായാലും അനാമികയും അമ്മയും കൂടെ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞിട്ട് നവ്യേനെയും കിടത്താനുള്ള പരിപാടിയാണ് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നത്. എന്തായാലും അവളിങ്ങനെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവളുടെ പത്തി പൊങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നീട് ആദർശ് റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നയന റൂമിലില്ലാത്തതുകൊണ്ട് തന്നെ ആദർശിന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോഴേക്കും ഫോൺ എടുത്തിട്ട് നയനേനെ വിളിക്കുന്നുണ്ടായിരുന്നു. നയനയാണെങ്കിലും വേറൊരു റൂമിൽ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം മനസ്സിൽ ഓർത്തേ ഉള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് നയനയും കോൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, ഞാനും ഉറങ്ങിയില്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഫോൺ എടുത്തതെന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ശബ്ദം ഇപ്പോൾ കേട്ടല്ലോ, എന്നാൽ പിന്നെ ഉറങ്ങിക്കൂടെ എന്ന് പറയും. എന്തായാലും വൃശ്ചിക മാസമാണ്, നല്ല തണുപ്പാണ്, മൂടി പൊതിച്ച് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ അടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയുമ്പോൾ 41 ദിവസം കഴിഞ്ഞാൽ ഞാൻ അടുത്ത് തന്നെ കാണുമല്ലോ അപ്പോൾ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ 41 ദിവസം കഠിന വ്രതമാണ് എടുക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയണം. അപ്പോൾ നിനക്ക് ഇവിടെ വന്ന് താഴെ വന്ന് കിടന്നാൽ പോരെ എന്നൊക്കെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ റൂമിൻ്റെ പരിസരത്തേക്ക് വരാൻ പോലും അനുവാദമില്ല എന്നൊക്കെ നയന പറയാണ് കേട്ടോ. എന്തായാലും എൻ്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ, ഇനി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിലും കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നയനയാണെങ്കിലും ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.